വിമാനയാത്രക്കിടെ ഈ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ ലാപ്ടോപ്പും ഇലക്ട്രോണിക് സാധനങ്ങളും ഇനി ദ്രവരൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് സുരക്ഷാ പരിശോധന നടപടിക്രമങ്ങളോട് സഹകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. അത് ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് യാത്രക്കിടെ ഇങ്ങനെ പ്രത്യേകമായി വീണ്ടും സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സുരക്ഷാ പരിശോധനയാണ്, നമ്മൾ സഹകരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത് നടത്തിയിട്ടുള്ളത്, നിങ്ങളുടെ യാത്ര ഇനി ദുബായ് എയർപോർട്ടിലൂടെയാണെങ്കിൽ അധികം വൈകാതെ ഇങ്ങനെ ലാപ്ടോപ്പും ഇലക്ട്രോണിക് സാധനങ്ങളും ഇനി ലിക്വിഡ് സാധനങ്ങളും ഒക്കെ മാറ്റിവെച്ച് പ്രത്യേക പരിശോധനയൊന്നും ചെയ്യേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ബാഗിനുള്ളിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ മാറ്റങ്ങൾ വരികയാണ് ദുബായ് എയർപോർട്ടിൽ. ഇതിപ്പോ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ഇത് വിജയകരമാണ് എന്ന് കണ്ടാൽ അത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ദുബായ് എയർപോർട്ടിൽ നടപ്പാക്കും. പാസഞ്ചർ സ്ക്രീനിങ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ക്യാബിൻ ബാഗേജ് സ്ക്രീനിങ് സംവിധാനത്തിലും ഒക്കെ ഈ പ്രത്യേകതരം മെഷീനുകൾ സ്ഥാപിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറെ കൂടി കഴിയുമ്പോൾ നമ്മുടെ ബാഗിനുള്ളിൽ എന്താണ്, അല്ലെങ്കിൽ ബാഗിനുള്ളിൽ ചില പ്രത്യേക വസ്തുക്കൾ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ AI സാങ്കേതിക വിദ്യ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ലാപ്ടോപ്പും മറ്റും പ്രത്യേക സ്ക്രീനിങ് മെഷീനിലൂടെ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനം പുതിയതൊന്നുമല്ല. അത് ഓൾറെഡി ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ദുബായ് എയർപോർട്ടിലും കൊണ്ടുവരുന്നു എന്നാണ് പോൾ ഗ്രിഫിത്ത് അറിയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ദുബായ് വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഒക്കെ വന്നത് ഒരുപാട് യാത്രയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ യാത്ര സുഗമമാക്കാൻ ദുബായ് എയർപോർട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ആശ്വാസകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളും ഒന്നും ഇനി മാറ്റിവെച്ച് സുരക്ഷാ പരിശോധനയുടെ ഭാഗമാകേണ്ടതില്ല, ബാഗിനുള്ളിൽ വെച്ച് തന്നെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്.